ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു അടിപൊളി അണപ്പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ചിലയിടത്ത് അണപ്പത്തിരി, കുഞ്ഞിപ്പത്തിരി അങ്ങനെയെല്ലാം പറയും. നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അണപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം മസാല തയ്യാറാക്കി എടുക്കലാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എണ്ണ നല്ല ചൂടായി വരുമ്പം അതിലേക്ക് മീഡിയം സൈസിലെ 3 സവാള കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ സവാളയും കരിഞ്ഞു പോവും, നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടേസ്റ്റും കിട്ടില്ല. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ചെറുതായിട്ട് കുക്ക് ചെയ്താൽ മതി. പിന്നെ ഓവർ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുക്കറല്ലേ, അത് നമുക്ക് ഒരു മീഡിയം ഗോൾഡൻ ബ്രൗൺ കളർ ആ സമയമാകുമ്പോൾ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. അങ്ങനെ ഇത് സവാള നല്ല മീഡിയം ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് സ്ലിറ്റ് ചെയ്ത് വെച്ച് ഒരു 8 പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 3 മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതൊരു റഫായിട്ട് കട്ട് ചെയ്ത തക്കാളിയാണ് കേട്ടോ, നല്ല ഫൈനായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ആഡ് ചെയ്യേണ്ടത് ഒരു 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. പിന്നെ ഈ ബീഫ് കറിയിലെല്ലാം ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം കുറച്ച് നല്ലോണം ചേർത്താൽ തന്നെ ഒരു ടേസ്റ്റ് എല്ലാം കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ ആ ബീഫിൻ്റെ ഒരു മണം വരും. ഇത് കുറച്ച് 2.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മുടെ തക്കാളി സവാള ഒക്കെ കൂടി നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ആ സമയം നമുക്കൊരു 6 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മുളക് പൊടി എങ്ങനെയാണ് പൊടിക്കുന്നതെന്ന് ഞാൻ എൻ്റെ കയ്യിനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ മുളക് പൊടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലേക്കായിട്ട് 2 ടീസ്പൂണ് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർക്കുന്നില്ല കേട്ടോ, ഒട്ടും വെള്ളം ചേർക്കണ്ട. 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫില്ലേ, 1 കിലോ ബീഫാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 കപ്പ് കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിൻ്റെ മൂടി അടിച്ചു വെക്കാം. പിന്നെ ഒരു വിസിലാവുന്നവരെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ബാക്കിയുള്ള വിസിൽ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ കുക്ക് ചെയ്യാൻ. അതാകുമ്പോൾ നല്ല പോലെ നമ്മുടെ ബീഫ് അടിപൊളിയായിട്ട് കുക്ക് ചെയ്ത് കിട്ടും. ഈ ബീഫ് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് വറുത്ത് വെച്ച് ഒരു മീഡിയം സൈസിലെ തേങ്ങയാണ് കേട്ടോ. എങ്ങനെയാണ് വറുക്കേണ്ടത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ബോക്സിൽ കൊടുക്കാം. ഇത് നല്ല ഡ്രൈ ആയ ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതാ നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1.5 തേങ്ങയില്ലേ, 1.5 ചിരകിയ തേങ്ങ, മീഡിയം സൈസിലെ തേങ്ങ ഇതിൻ്റെ ഒന്നിച്ചെണ്ണ ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. നല്ല പോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. കുറച്ച് ആവശ്യത്തിന് കുറഞ്ഞ വെള്ളവും ചേർത്തിട്ട് നല്ല തിക്ക് പാല് കിട്ടുന്ന രീതിയിൽ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള തേങ്ങയും കൂടി നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ബീഫ് കുക്കാവുന്ന സമയം കൊണ്ട് നമ്മുടെ തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. ഇവിടെ 5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കപ്പിൽ 250 ml കപ്പില്ലേ, അതിൽ 5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പത്തിരിക്കെല്ലാം കുഴച്ചെടുക്കുന്നില്ലേ ചെറു ചൂടുവെള്ളത്തിൽ, ആ ഒരു വെള്ളത്തിൽ നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അങ്ങനെ ഇത് നല്ലപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ല കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി അതുപോലെ കുഴച്ചെടുത്തിട്ട് നമുക്കിത് അണപ്പത്തിരിയാക്കാൻ റെഡിയാക്കാം. കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് വേണം കേട്ടോ ആക്കാൻ. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നടുക്കൊരു കുഞ്ഞ് ഹോളിട്ട് വെക്കലാണ്. ഇതുപോലെയാണ് കേട്ടോ ആക്കൽ. നമുക്കിപ്പോൾ ഇതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ അരിയും ഉരുട്ടിയതിന് ശേഷം നമുക്ക് ഒരു അപ്പച്ചെമ്പിൽ ഇതുപോലെ ആവിയിൽ വേവിച്ചെടുക്കലാണ്. ഒരു 20-25 മിനിറ്റ് ആകുമ്പോൾ ഫുള്ള് നല്ല പോലെ കുക്കായിട്ട് കിട്ടും. അങ്ങനെ
ഇതാ അണപ്പത്തിരി നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഏത് പാത്രത്തിലാണ് ഈ അണപ്പത്തിരി ആക്കുന്നത് ആ പാത്രത്തിലേക്ക് ഈ അരിയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫില്ലേ അതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുക്കറിൻ്റെ മൂടി എടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഫുൾ ഫ്ലെയിമിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ആക്കി വെച്ച തേങ്ങാപ്പാലില്ലേ അത് ഇതുപോലെ ഒരു സ്ട്രെയിനറിലാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് അരിച്ചു കൊടുക്കുക. അങ്ങനെ തേങ്ങാപ്പാലെല്ലാം ഒഴിച്ചതിന് ശേഷം ഇത് ഫുള്ള് നല്ല പോലെ തിളച്ച് കിട്ടുന്നവരെ നമ്മൾ കൈയെടുക്കാണ്ട് വേണം കേട്ടോ ഇളക്കി കൊടുക്കാൻ. ഇല്ലെങ്കിൽ തേങ്ങ കൂട്ടുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോവും. അതുകൊണ്ട് ഫുള്ള് തിള വരുന്നവരെ നമുക്ക് ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ട് വെക്കുക. ഇതുപോലെ വെട്ടി തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബീഫ് കറിയില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കലാണ്. അങ്ങനെ ഇത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മേലേക്കായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്നൊരു 2 മിനിറ്റ് ഇത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് നമുക്കിത് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ആണപ്പത്തിരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ എല്ലാം കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസും വ്ളോഗ്സുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.